ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തൊക്കെ ഗൈഡൻസ് ആണ് തരുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിങ്ങും ഒരുപാട് എന്താ പറയുന്നത്, നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി എനിക്ക് ഒരുപാട് സ്ഥാനങ്ങളിലെത്തണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്കൊരു സ്റ്റക്ക് സിറ്റുവേഷനായിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനൊരു റിവാർഡ് കിട്ടുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അതിപ്പം വീട്ടിൽ മാത്രമല്ല, അതേപോലെ തന്നെ നിങ്ങളുടെ ജോബ് സിറ്റുവേഷനിൽ പോയാലും ആൾക്കാരെ കൊണ്ടുള്ള നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, വിഷമം അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് മീൻസ് നിങ്ങളങ്ങോട്ട് പ്രശ്നത്തിന് പോയില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെയും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളെ ചില ആൾക്കാർ മോശമായിട്ട് ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ട്രൂ ഇൻറ്റൻഷൻ, യഥാർത്ഥ സ്വഭാവം അറിഞ്ഞപ്പോൾ അത് നിങ്ങളെ ഒരു വലിയൊരു മാനസികാവസ്ഥയിലാക്കി എന്നുള്ള തരത്തിൽ, മീൻസ് ചീറ്റിംഗ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടേണ്ട സമയം തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, നിങ്ങളുടെ ശ്രമങ്ങൾ ചെയ്യുന്നു. അത് ആ കാര്യം വിട്ടേക്കാൻ തന്നെയാണ് പറയുന്നത്. ലെറ്റ് ഗോ ചെയ്തേക്കുക. അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അതിനെനിക്ക് റിവാർഡ് കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പോവുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എത്ര തടസ്സവും പ്രയാസവും ഉണ്ടെങ്കിലും അത് ചെയ്യുക തന്നെ വേണമെന്നാണ്. നിങ്ങൾക്ക് അത്രയും ആഴത്തിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കതൊരു ജോബായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മടി കൂടാതെ തന്നെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് അത്രയും സ്ട്രഗ്ലിംഗ് ഉള്ള പീരീഡിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെയും കുറച്ച് നാൾ ഇങ്ങനെ ചെയ്യും, പിന്നെ നിർത്തും, പിന്നെയും കുറേ നാൾ ചെയ്യും, ഇങ്ങനെ നിർത്തും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിൽക്കണം എന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല മാതിരിയുള്ള സിറ്റുവേഷൻസ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, ചിലപ്പോൾ ദേഷ്യമായിരിക്കും, സ്നേഹമായിരിക്കും, നമ്മൾ സമാധാനം ഉണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ. അങ്ങനെ മാറിയൊക്കെ പോലെ മാറി നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ലൊരു റുട്ടീൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ റുട്ടീനായിരിക്കും നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഏത് സിറ്റുവേഷനിലും. അതുകൊണ്ട് നിങ്ങൾ മോട്ടിവേഷൻ എന്നതിലുപരി നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളിൽ അസൂയപ്പെടുന്ന ആൾക്കാരും കൂടാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു നല്ല കാലം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ അങ്ങനെ തന്നെ പറയാം. ഞാൻ പറയുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പൊക്കെ ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ വട്ടുപിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ആ ആൾ, ഞാൻ പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ആളാണെങ്കിൽ അത് എത്ര വലിയ സിറ്റുവേഷൻ ഉണ്ടായാലും അയാൾ ഇനി നിങ്ങളെ വിട്ടിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാൽ പോലും നിങ്ങളെ തേടി വരും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് അത്രയും കെയർ കൊടുക്കണം. കാരണം ചിലർക്കൊക്കെ എന്താ പറയുന്നത്, ഈ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ ആണെങ്കിൽ പോലും ഉറക്കം വരാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ, അതേപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് വലിയൊരു സുവർണ്ണ കാലഘട്ടം, ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ, കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കരിയറിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി വളരെയധികം ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് കുറേ കൂടെ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്താ പറയുന്നത്, ജോബൊക്കെ
ഉണ്ടാവുന്നതായിട്ടും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സോഴ്സൊക്കെ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളുടെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അതും പിടിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നിടത്തോളം പുതിയതിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. നിങ്ങൾ ആ പഴയ കാര്യത്തിലെ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പുതുതായിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ. പക്ഷേ നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫൊക്കെ ഒഴിവാക്കാൻ, ഞാൻ പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ കുറേ കൂടെ നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം ഉണ്ട്. നിങ്ങൾ കുറേ കൂടെ മാറേണ്ട ആൾക്കാരാണ്. ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങളെ തേടി വരും. അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും അട്രാക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളെ അത്രയും മനോഹരമാക്കി യൂണിവേഴ്സ് വെക്കാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളും കൂടെ വിചാരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആവാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു എന്നല്ല. എന്ത് കാരണം ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പലരും മനസ്സുകൊണ്ട് തടവറയിൽ അകപ്പെട്ട പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ നിങ്ങൾ മാറ്റി വെക്കണം. പലതും നമ്മുടെ മെൻറ്റാലിറ്റിയാണ് അല്ലേ. നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുവാണ്, എനിക്കൊന്നും കഴിയത്തില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എത്തിപ്പെടാൻ എനിക്ക് കഴിയത്തില്ല എന്ന് പലതും നിങ്ങളുടെ തോന്നൽ തന്നെയാണ്. ഇനി നിങ്ങളെ യൂണിവേഴ്സ് കാണാൻ പോകുന്നത്, ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളെ ആക്കി തീർക്കാൻ പോകുന്നത് ഒരു കിങ് അല്ലെങ്കിൽ ഒരു ക്യൂൻ എന്ന പോലാണ്. നമുക്കറിയാം ഒരു ക്യൂൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിമാൻഡിങ് പവർ ഉണ്ടല്ലേ. നിങ്ങളെ അത്രയും സ്ട്രോങ് ആക്കി മാറ്റാൻ പോവുകയാണ് യൂണിവേഴ്സ്. നിങ്ങൾക്ക് തയ്യാറായിട്ട് തന്നെ ഇരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം, ഇത്രയും വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാനിത് പണ്ടാരായി പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങളെ അട്രാക്റ്റഡ് ആയിട്ട് തന്നെ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും വരാൻ, അങ്ങനെ നിങ്ങളെ ചുറ്റി വരും എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ കുറേ കൂടെ പോപ്പുലാരിറ്റി ഉണ്ടാവുന്നുണ്ട് നിങ്ങളിൽ. ആളുകൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്കിടയിൽ നിങ്ങൾ അത്രയും പ്രശസ്തരായി തീരുന്നുണ്ട്. അങ്ങനൊരു സിറ്റുവേഷനിലേക്കാണ്, അങ്ങനൊരു ജോബ് പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റേബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പോലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ഇത് മറന്നു പോയിട്ടുള്ള കാര്യമാണല്ലോ, ഇത് ആഗ്രഹിച്ചിട്ട് വിട്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പം പാസ്റ്റിൽ നിന്ന് പോലും നിങ്ങളിലേക്ക് ആൾക്കാർ അട്രാക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും കുറച്ച് കെയർ ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.